മോളെ, നീ ഇതെവിടെയാ? സമയം 10 മണിയോളം ആകുന്നു. ഇതെന്താ ഇത്രയും ലേറ്റ് ആകുന്നത്? ഈ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോണ്ടാന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാ. മാധവി ഏറെ അസ്വസ്ഥയായിരുന്നു. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ദേ ഇറങ്ങി. ഇന്ന് സ്റ്റോക്ക് വന്നു, അതൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് വെച്ചപ്പോൾ വൈകിപ്പോയി, അതാ. ഏതെങ്കിലും ഓട്ടോ കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ വേഗത്തിൽ വരാം. അമ്മ ഫോൺ വെച്ചേക്ക്. ലക്ഷ്മിയുടെ മറുപടിക്ക് അവരുടെ വേവലാതി അടക്കുവാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഓക്കെ പറഞ്ഞവൾ കോൾ കട്ട് ചെയ്തു. ജംഗ്ഷനിലെത്തി അല്പനേരം ആയെങ്കിലും ഒരു ഓട്ടോ പോലും കിട്ടിയില്ല ലക്ഷ്മിക്ക്. സമയം ലേറ്റ് ആയതിനാൽ തന്നെ ഉള്ളിലൊരു ഭയം തോന്നാതിരുന്നില്ല. കാരണം ജംഗ്ഷൻ അപ്പോഴേക്കും വിജനമായിരുന്നു. കടകളെല്ലാം പൂട്ടി കച്ചവടക്കാർ പോയിരുന്നു. എങ്ങും നിശബ്ദത മാത്രം. ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരിക്കുമ്പോൾ വേഗത്തിലൊരു ഓട്ടോ കിട്ടണേ എന്നവൾ പ്രാർത്ഥിച്ചു. സമയം പിന്നെയും നീങ്ങി. പെട്ടെന്ന് 2 ബൈക്കിലായി 4 പേർ റോഡിലൂടെ ബഹളം വെച്ചുകൊണ്ട് അവൾക്കരികിലൂടെ ബസ് സ്റ്റോപ്പ് കടന്നുപോയി. എന്നാൽ അല്പം മുന്നിലായി നിന്നു അവർ. അളിയ, ദേ നോക്ക്, ഒരടാർ ഐറ്റം. പിശക് കേസാണെന്ന് തോന്നുന്നു, ഒന്ന് വളച്ചു നോക്കാം. വഷളൻ നോട്ടത്തിൽ ഒരുവൻ പറയുമ്പോൾ മറ്റുള്ളവരുടെ മിഴികളും തിളങ്ങി. അവരുടെ നോട്ടത്തിൽ നിന്നും തനിക്കവർ ഒരു ശല്യമായേക്കുമെന്ന് ഉറപ്പിച്ചു ലക്ഷ്മി. ഭയം ഇരട്ടിയായതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു അവൾ. പെങ്ങളെ, ഒറ്റയ്ക്കേ ഉള്ളോ? വരുന്നോ ഞങ്ങൾക്കൊപ്പം? 4 പേരുണ്ട്, പക്ഷേ നല്ല കാശ് തരാം. ബൈക്കുകളിൽ ഒന്നിന്റെ പിന്നിൽ ഇരുന്നവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അത് കേൾക്കാത്ത പോലെ മുഖം തിരിച്ചിരുന്നു ലക്ഷ്മി. ഒരോട്ടോ വന്നെങ്കിൽ എന്നവൾ അപ്പോൾ മന ഉരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് കരുതാം. പെട്ടെന്നൊരു ഓട്ടോ അവിടേക്ക് വന്നു. കണ്ടപാടെ വെപ്രാളത്തിൽ റോഡിലേക്കിറങ്ങി കൈ കാണിച്ചു ലക്ഷ്മി. ഓട്ടോ നിൽക്കവെ വേഗത്തിൽ അരികിലേക്കടുത്തു അവൾ. ചേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് വീട്ടിലാക്കാമോ? ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ വല്ലാണ്ട് വൈകി, വേറെ വണ്ടികളൊന്നും കാണാനില്ല. ദയനീയമായി അവൾ ചോദിക്കുമ്പോൾ സുമുഖനായ ആ ഓട്ടോക്കാരൻ ചെറുപ്പക്കാരൻ ഒരു നിമിഷം നെറ്റിച്ചുളിച്ചു. പെങ്ങളെ, ഞാൻ വേറൊരു അത്യാവശ്യ പണിക്കായി പോവുകയാണ്. ഇനിയിപ്പോൾ ഇയാളെ കൊണ്ടാക്കാൻ നിന്നാൽ എൻ്റെ സമയം വൈകും. എൻ്റെ പൊന്നു ചേട്ടാ, പ്ലീസ്, കാശ് എത്ര വേണേലും തരാം, ഒന്ന് സഹായിക്കൂ. ദേ കണ്ടില്ലേ, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശല്യം ചെയ്യാനുള്ള നിൽപ്പാണെന്ന് തോന്നുന്നു. ഓരോ കമൻറ്റുകൾ അടിച്ചു തുടങ്ങി. എങ്ങനെയും ഇവിടുന്നൊന്ന് രക്ഷപ്പെടണം, അല്ലൊരു പക്ഷേ. കൂടുതൽ ദയനീയമായി അപേക്ഷിച്ചു ലക്ഷ്മി. അവൾ പറഞ്ഞത് കേൾക്കെ സാഹചര്യം സുഖകരമല്ല എന്ന് ആ ഓട്ടോക്കാരന് മനസ്സിലാക്കി. കാരണം ആ ചെറുപ്പക്കാരുടെ നിൽപ്പിൽ അയാൾക്ക് സംശയം തോന്നിയിരുന്നു. അവന്മാരെ കണ്ടിട്ട് പിശകാണെന്ന് തോന്നുന്നു. പെങ്ങൾ കയറിക്കോ, ഞാൻ വീട്ടിലാക്കി തന്നേക്കാം. അവളുടെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സഹായിക്കാൻ അയാൾ തയ്യാറായി. കേട്ടപാടെ ഏറെ ആശ്വാസത്തോടെ ആ ഓട്ടോയിലേക്ക് കയറുകയും ചെയ്തു ലക്ഷ്മി. ഓട്ടോ മുന്നിലേക്ക് നീങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരെ ഒരിക്കൽ കൂടി നോക്കി അവൾ. ഒരു നിരാശ ആ മുഖങ്ങളിൽ തെളിഞ്ഞിരുന്നു. പെങ്ങൾ പേടിക്കണ്ട, ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല. അവന്മാരിപ്പോഴത്തെ ഫ്രീക്ക് പൂവാലന്മാരാണ്. കഴിവതും ഇത്രയും വൈകിയുള്ള യാത്രകൾ ഒഴിവാക്കണം. കാരണം ഇവറ്റകൾ ഇച്ചിരി പെശകാണ്. എന്തേലും സംഭവിച്ച ശേഷം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓട്ടോക്കാരൻ്റെ വാക്കുകൾ കേൾക്കെ ആശ്വാസത്തിൽ സീറ്റിലേക്ക് ചാരി ലക്ഷ്മി. കൃത്യസമയത്താ ചേട്ടൻ വന്നത്, അല്ലെങ്കിൽ ആകെ പെട്ടുപോയന് ഞാൻ. താങ്ക്സ് ചേട്ടാ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അയ്യപ്പൻ, ഇവിടെ അടുത്തുള്ളതാണ്. പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു അയാൾ. എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് നിർത്താതെയുള്ള ഹോൺ ശബ്ദം മുഴങ്ങി. തിരിഞ്ഞു നോക്കി ലക്ഷ്മി വീണ്ടും ഒന്ന് നടുങ്ങി. ആ ചെറുപ്പക്കാർ ഓട്ടോയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടാ, ദേ അവന്മാര് പിന്നാലെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഭീതിയിൽ അവൾ ചോദിക്കവേ സൈഡ് മിററിലൂടെ ഒന്ന് നോക്കി അയ്യപ്പൻ. പെങ്ങള് പേടിക്കണ്ട, ഒന്നും ഉണ്ടാകില്ല, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിരിക്കും. ആശ്വാസവാക്കുകളിലൂടെ ഓട്ടോയുടെ വേഗത കൂട്ടി അയാൾ. എന്നാൽ ബൈക്കുകൾ വേഗത്തിലോടി ഓട്ടോയ്ക്ക് സമാനമായി എത്തിയിരുന്നു. ആകെ ഭയന്നു പോയ ലക്ഷ്മി പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഫോൺ കയ്യിലേക്കെടുത്തു. അവരുടെ വീഡിയോ എടുക്കുവാൻ തുടങ്ങിയവൾ. സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാനെത്തിയവർ ഓട്ടോയിലേക്ക് നോക്കി പെട്ടെന്ന് ഭയത്തിൽ വണ്ടിയുടെ വേഗത കുറച്ചു. എടാ, പണിയാണ്, തിരിച്ചു വിട്ടോ, ഒരുവൻ വെപ്രാളത്തിൽ പറഞ്ഞത് കേൾക്കുമ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിൽ ധൈര്യം ഇരട്ടിച്ചു. നിമിഷങ്ങൾക്കകം അവർ ബൈക്കുകൾ നിർത്തി വേഗത്തിൽ തിരികെ പോകുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലെ ഗ്ലാസ്സിലൂടെ അവൾ കണ്ടു. തന്റെ ഐഡിയ ഫലം കണ്ട ആശ്വാസത്തിൽ ഫോൺ വീണ്ടും ബാഗിലേക്ക് വെച്ചു ലക്ഷ്മി. അവര് പോയില്ല പെങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ പേടിക്കണ്ടെന്ന്. അയ്യപ്പൻ പറഞ്ഞത് കേൾക്കെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ. കൃത്യസമയത്ത് എനിക്ക് ഫോൺ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഐഡിയ തോന്നിയത് ഭാഗ്യമായി ചേട്ടാ. ആ മറുപടിയിൽ അയ്യപ്പനും ചിരിച്ചു. വൈകാതെ തന്നെ അവർ ലക്ഷ്മിയുടെ വീടിന് മുന്നിലെത്തി. ഗേറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാധവി. ആഹാ, ദേ അമ്മ കാത്തു നിൽപ്പുണ്ടല്ലോ. ഓട്ടോ നിർത്തുമ്പോൾ അയ്യപ്പന്റെ കമന്റ് കേട്ട് ചിരിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഇറങ്ങിയത്. എത്രയായി ചേട്ടാ? ഓ, കാശൊന്നും വേണ്ട പെങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറൊരു പണിയുണ്ടെന്ന്. അതീ വഴിക്ക് തന്നെ. എന്തായാലും ഇയാളെ സേഫായി എത്തിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ ആശ്വാസം. എത്ര നിർബന്ധിച്ചിട്ടും പണം വാങ്ങാൻ കൂട്ടാക്കാതെ അയ്യപ്പൻ വണ്ടിയുമായി പോകവേ അറിയാതെ നോക്കി നിന്നുപോയി ലക്ഷ്മി. ഇക്കാലത്തും ഇത്രയും നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ, ഭാഗ്യം. മാധവി ആശ്വാസത്തിൽ പറയുമ്പോൾ വരുന്ന വഴിക്ക് നടന്ന കാര്യങ്ങൾ വിവരിച്ചു അവൾ. എൻ്റെ മോളെ, ദൈവമാണ് ആ സമയത്ത് ആ ഓട്ടോ അവിടെ എത്തിച്ചത്. ഇനി മോൾ ഇത്രയും വൈകാൻ നിൽക്കല്ലേ.
പാടാണെങ്കിൽ ഈ ജോലി നമുക്ക് മതിയാകാം. മാധവിയുടെ മുഖത്ത് ഭീതി നിഴലിച്ചിരുന്നു. എൻ്റെ അമ്മേ, അങ്ങനെ പേടിക്കണ്ട. ഞാനും ഒട്ടും മോശക്കാരിയൊന്നുമല്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ നേരം ആ ഫോണിനെടുത്ത് എനിക്ക് അങ്ങനൊരു ഐഡിയ കാണിക്കാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലേൽ എന്ത് ചെയ്തേനെ? ആകെ ആ ഓട്ടോക്കാരൻ ചേട്ടൻ മാത്രം ഉണ്ട് സഹായത്തിന്. അവരാണേൽ 4 പേരുണ്ടായിരുന്നു. അത് പറയുമ്പോൾ കൃത്യമായി ബുദ്ധി ഉപയോഗിക്കുവാൻ കഴിഞ്ഞതിൽ ഒരഭിമാനം തോന്നാതിരുന്നില്ല ലക്ഷ്മിക്ക്. അങ്ങനെ അന്നത്തെ ദിവസവും നീങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾക്കായി അമ്മയുടെ കയ്യിൽ ഒരു വലിയ വാർത്ത തന്നെ ഉണ്ടായിരുന്നു. മോളെ, ദേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്നലെ രാത്രി ആരോ വീട്ടിൽ കയറി വെട്ടിയെന്ന്. ആള് ICUവിലാണെന്ന്. രക്ഷപ്പെടുമെന്ന് സംശയമാണെന്ന് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. കേട്ടപാടെ നടുക്കത്തിൽ TV ഓണാക്കി ന്യൂസ് ചാനൽ വെച്ചു ലക്ഷ്മി. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. വാർത്ത ലൈവായി തന്നെ കാണിക്കുന്നുണ്ട്. കൃത്യം നടന്നത് ഇന്നലെ രാത്രി 11 മണിയോടെയാണ്. ഒരു ഓട്ടോയിലെത്തിയ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഡ്രാക്കുള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അയ്യപ്പനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ഒളിവിലാണിപ്പോൾ. വാർത്തയ്ക്കൊപ്പം തന്നെ അയ്യപ്പന്റെ ഫോട്ടോയും TV സ്ക്രീനിൽ തെളിഞ്ഞു. അത് കണ്ടപാടെ ആകെ നടുങ്ങിപ്പോയി ലക്ഷ്മി. അവൾ മാത്രമല്ല, മാധവിയും. മോളെ, ഇവനല്ലേ ഇന്നലെ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്? അമ്മയുടെ ചോദ്യം കേൾക്കെ മറുപടിയില്ലാതെ ഇരുന്നു പോയി ലക്ഷ്മി. ദൈവമേ, ഈ സാത്താനാണോ ഇന്നലെ ദൈവരൂപത്തിൽ അവതരിച്ചത്? അപ്പോ ഇതായിരുന്നു അത്യാവശ്യ പണി. അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചുപോയി. ആ സമയം മറ്റൊന്നുകൂടി ഓർത്തു അവൾ. അപ്പോൾ ആ ചെറുപ്പക്കാർ ഭയന്ന് പിന്മാറിയത് താൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടല്ല, മുന്നിലിരുന്ന് ഓട്ടോ ഓടിക്കുന്ന ആളെ കണ്ടിട്ട് തന്നെയാകണം. കാര്യങ്ങൾ അപ്പോഴാണ് ലക്ഷ്മിക്ക് കൃത്യമായി വ്യക്തമായത്. അപ്പോഴേക്കും മറ്റൊരു ഭീതി അവളെ കീഴടക്കി. എൻ്റെ ദൈവമേ, ഇനിയിപ്പോ ഇതിന്റെ വാല് പിടിച്ച് എന്നെ തേടി പോലീസ് വരുവോ? ദയനീയമായി മാധവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മറുപടിയില്ലാതെ നിന്നു അവരും. ഞാനൊരു അത്യാവശ്യ പണിക്ക് പോകുക. ഇയാളെ വീട്ടിലാക്കുവാൻ നിന്നാ ചിലപ്പോൾ ലേറ്റാകും. തലേന്ന് അയ്യപ്പൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ തെളിഞ്ഞത്. എന്നാലും എൻ്റെ ചേട്ടാ, ഇത് വല്ലാത്ത അത്യാവശ്യമായിപ്പോയി. കൊല്ലാൻ പോണേന് മുന്നേ ആ ദൈവദൂതനെ പോലെ എൻ്റെ മുന്നിൽ അവതരിച്ചത്. നടുക്കത്തിൽ സെറ്റിയിൽ ചാരിപ്പോയി അവൾ. എന്നാലും ഈ ഗുണ്ടകളിൽ നല്ലവരും ഉണ്ട് കേട്ടോ. ഇന്നലെ നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ടും ഈ മോൻ ഉപദ്രവിക്കാനൊന്നും വന്നില്ലല്ലോ. ഇവനാള് നല്ലവനാ. മാധവിയുടെ അസ്ഥാനത്തെ കമന്റിന് മറുപടിയില്ലായിരുന്നു ലക്ഷ്മിയുടെ പക്കൽ. അമ്മയ്ക്ക് ഈ അടുത്തെങ്ങാനും ഇനി തൊഴിലുറപ്പോ കുടുംബശ്രീ മീറ്റിംഗോ ഉണ്ടോ? ഇല്ല. എന്താ മോളെ? സംശയത്തിൽ നോക്കിയവർ. ഹേയ്, ഒന്നുമില്ലമ്മേ. ഇന്നലെ അയാൾ ഇവിടെ വന്ന കാര്യം എത്ര ദിവസം ഒളിച്ചു വെക്കാൻ പറ്റുമെന്നറിയാൻ ചോദിച്ചതാ. ആ മറുപടിയിലെല്ലാം വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കലിതുള്ളി ഉള്ളിലേക്ക് പോയി അവർ. ലക്ഷ്മി വീണ്ടും TVയിലേക്ക് നോക്കി തന്നെ ഇരുന്നുപോയി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.